കാലിക്കറ്റ് സർവകലാശാലയിലെ രജിസ്ട്രാറെ വിളിച്ചു വരുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ VC ഹിയറിംഗിന് ഹാജരാകരുതെന്ന് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. സർക്കാർ തലത്തിൽ ഹിയറിംഗ് നടത്തുന്നത് ചട്ടവിരുദ്ധമാണെന്ന് VC സ്പെഷ്യൽ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറയുന്നു. ജൂൺ 4-ന് അഡീഷണൽ സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാകണമെന്നായിരുന്നു രജിസ്ട്രാർക്കുള്ള നിർദ്ദേശം. ഗോപാൽ ഷീലാസനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ രജിസ്ട്രാറെ വിളിച്ചു വരുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ VC രംഗത്തെത്തിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രജിസ്ട്രാർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു അല്ലേ? അതേ വിധ അത്തരത്തിലേക്കുള്ളൊരു ഇടപെടലാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ ഡയറക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ട മന്ത്രിക്ക് ഒരു പരാതി ലഭിക്കുന്നതും ആ പരാതിയിന്മേൽ സർവകലാശാല രജിസ്ട്രാറോട് നേരിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെത്തി അഡീഷണൽ സെക്രട്ടറിക്ക് മുൻപിൽ ഹാജരായി വിശദീകരണം നൽകാനുള്ള നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശം ചട്ടവിരുദ്ധമാണ് എന്ന ആരോപണം അപ്പോൾ തന്നെ ഉയർന്നു വന്നിരുന്നു. കാരണം സർവകലാശാല ചട്ടപ്രകാരം ഗവർണർക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനും വിശദീകരണം തേടാനും അനുവാദമുള്ളത്. അല്ലാതെ ഇത്തരത്തിലൊരു തീരുമാനം നടത്താൻ കഴിയില്ല എന്ന് ആരോപണം ഉയർന്നിരുന്നു. പിന്നാലെ തന്നെ മറ്റൊരു തരത്തിലേക്ക് വന്ന വിശദീകരണം ഗവർണർ അംഗീകരിക്കാത്ത എന്നാൽ സർക്കാർ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു ഉണ്ടായത്. എന്തായാലും ഇതിൽ ഇപ്പോൾ VCയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. രജിസ്ട്രാറോട് ഇത്തരത്തിൽ ഹിയറിംഗിന് പോകേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു അധികാരവും സർക്കാരിനോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോ ഈ രജിസ്ട്രാറെ വിളിച്ചു വരുത്താനായി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഹിയറിംഗിന് ഹാജരാവുകയോ വിശദീകരണം നൽകുകയോ വേണ്ട എന്ന് VC നിർദ്ദേശം നൽകിയിരിക്കുന്നു. ശരി, ഗോപാൽ ഷീലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.